ഡേയ് വീട്ടിലിപ്പോ ഭയങ്കര പ്രഷർ. എന്തുപറ്റി? അവർക്ക് എന്നെ എങ്ങനെയെങ്കിലും കെട്ടിക്കണം. അപ്പൊ ഞാൻ അയാളുടെ പെണ്ണ് കാണാൻ പോയി. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നീ കെട്ടണം. നിനക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ജോലിയുണ്ട്. ഒരു പെണ്ണിനെ എന്തായാലും പറ്റാനുള്ള എല്ലാ കപ്പാസിറ്റിയും നിനക്കുണ്ട്. നീ കെട്ടണം. അതൊക്കെ ഓക്കെ, നമുക്ക് ഫീൽ പോകുന്നുണ്ട് ഒരാളുടെ. അങ്ങനെ ഒരാളിനെ നമുക്ക് എത്താറും. പക്ഷേ നീ അത് വിട്. അപ്പൊ നിനക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട്. അത് ആരാണെന്ന് പറഞ്ഞാൽ മതി. ആരത്? അങ്ങനെ ഒരാളുണ്ട്. ആ ആളുടെ അടുത്ത് എങ്ങനെ ഞാൻ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറയാളേ, അത് ആരായാലും നമുക്ക് നോക്കാം. ഏത് കൊമ്പത്തുള്ള പെണ്ണായാലും നമുക്ക് നോക്കാം. ഒന്നുമില്ലേ കൂട്ടുകാരനായിട്ട് ഞാൻ നിന്റെ കൂടെ ഇല്ലേ? എങ്ങനെയാ അത് പറയുമെന്നാണ് വിചാരിക്കുന്നത്. അത് നീ ഒരു കാര്യം ചെയ്യും. ആ പെണ്ണ് ഞാനാണെന്ന് വിചാരിക്കും. അപ്പൊ എന്റെ അടുത്ത് പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് നോക്കാം, എന്നിട്ട് നോക്കാം. നമുക്ക് സെറ്റ് ആണെങ്കിൽ നമുക്ക് അവളുടെ അടുത്ത് പറയാം. എന്റെ സങ്കല്പത്തിലുള്ളത് നീയാണ്. ആ സ്ഥാനത്തിന് വേറൊരാളെ കാണാൻ എനിക്ക് പറ്റില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. മതി, ഇത് മതി. മതി. ഏത് പെണ്ണ് വീഴാ ഇതും മതി. എന്നാ ആ ആളുടെ തന്നെ ഞാൻ പറഞ്ഞത്. എങ്ങനെ? കൈയ്യെടു. നീ പോടാ ഭ്രാന്ത. എന്നെ കുറിച്ച് എങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. ഞാൻ പറയട്ടെ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റും. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോടാ ഭ്രാന്ത. ഒന്ന് മനസ്സിലാക്കും. ഇത്രയും നാളെ എന്നെ ട്യൂൺ ചെയ്യായിരുന്നു അല്ലേടാ പട്ടി. മോനെ മോനെ വാ, ഞാൻ പറയട്ടെ. ഞാൻ വാ മോനെ.